മാത്ത് കഫേയിലേക്ക് സ്വാഗതം. അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ മുതൽ നമ്മൾ ജോമെട്രി പഠിച്ചു തുടങ്ങുന്നു. അന്ന് തൊട്ട് നമ്മുടെ കൂട്ടുകൂടിയതാണ് സർക്കിൾസ്. നമ്മൾ കയ്യിലിടുന്ന വളകൾ, സോപ്പ് കുമിളകൾ, ഡോനറ്റ്സ്, പിസ്സ, വാഹനങ്ങളുടെ ചക്രങ്ങൾ, നമ്മൾ പാർക്കിൽ കാണുന്ന ജെയിന്റ് വീൽ, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും ഹൈസ്കൂളുകളിലും സർക്കിൾസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും സർക്കിൾസ് എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണിത്. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചാൽ മാത്രമേ ചോദ്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയൂ. നമ്മുടെ കേരള സ്റ്റേറ്റ് 10ാം ക്ലാസ്സിലും സർക്കിൾസുമായി ബന്ധപ്പെട്ട പാഠഭാഗമുണ്ട്. ആ പാഠത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ സർക്കിൾസുമായി പഠിച്ച കോൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാകണം. അതിനായി നമ്മെ സഹായിക്കാനാണ് ഈ വീഡിയോ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ച് സർക്കിൾസിനെ പറ്റി പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് സർക്കിൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കിൾ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്, ഒരു അടഞ്ഞ രൂപമാണ്. അതുപോലെ തന്നെ ഇതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ജോമെട്രിക് ഫിഗർ ആണ്. നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ഈ ഫിക്സഡ് പോയിന്റിന് ചുറ്റും തുല്യ ദൂരത്തിൽ ഉള്ള പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. Circle is the collection of points that are at a fixed distance from a fixed point. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. അതുപോലെ ഈ ഫിക്സഡ് പോയിന്റ് ഈ സ്ഥിര ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടെന്ന്. ഈ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. വൃത്തകേന്ദ്രം അഥവാ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്ന പോയിന്റ്, ഇറ്റ് ഈസ് എ പോയിന്റ് ഫ്രം വിച്ച് ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആർ ഈക്വൽ. സർക്കിളിലെ മറ്റു പോയിന്റ്സ് എല്ലാം തുല്യ അകലത്തിലുള്ള ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് വിളിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ വീഡിയോയിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു. കോമ്പസിന്റെ ഒരറ്റം നമ്മൾ ഈ സെന്റർ അഥവാ മധ്യബിന്ദു കേന്ദ്രത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വൃത്തം വരയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി റേഡിയസ് ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ആരം ശ്രദ്ധിക്കുക. വൃത്തത്തിന്റെ ആരം എന്താണ്? വൃത്തത്തിന്റെ ആരം രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻസ് കാണാറുണ്ട്. The distance from the center of a circle to a point on the circle. സർക്കിൾ എന്ന് പറയുന്നത് ഈ ചുറ്റുമുള്ള രൂപത്തിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ്സിന്റെ കളക്ഷൻ, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ സർക്കിളിലെ പോയിന്റുകളിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സർക്കിൾ വരയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് പോയിന്റും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസും ഉണ്ട്. ആ ഫിക്സഡ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ലൈൻ ഫ്രം സെന്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ എന്ന് നോക്കാം.
Diameter is a line segment passing through the center of the circle and touching 2 points. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ് എയും ബിയും. A and B are 2 points on the circle. ഈ രണ്ട് പോയിന്റ്സിലൂടെ വൃത്തത്തിന്റെ കേന്ദ്രമായ പി, വൃത്തത്തിന്റെ സെന്റർ, ദ സർക്കിളിന്റെ സെന്റർ ആയ പിയിലൂടെ കടന്നു പോകുന്ന വരയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും നമുക്ക് എടുക്കാം. ആ രണ്ട് ബിന്ദുക്കളിലൂടെയും വൃത്ത കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന വരയെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. വൃത്തത്തിലെ ഏത് രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വരകൾ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഡയമീറ്റർ ആകണമെങ്കിൽ അത് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകണം. നോക്കൂ, വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. പി സി എന്നത് റേഡിയസ് ആണ്, അതുപോലെ പി ബിയും റേഡിയസ് ആണ്, പി എയും റേഡിയസ് ആണ്. പി ബിയും പി എയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എ ബി എന്ന ഡയമീറ്റർ കിട്ടുന്നത്. അതായത് റേഡിയസിന്റെ 2 മടങ്ങാണ് ഡയമീറ്റർ. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 times the radius of the circle. വൃത്തത്തിന്റെ വ്യാസവും ആരവും തമ്മിലുള്ള ബന്ധം മറക്കരുത്. ആരത്തിന്റെ 2 ഇരട്ടിയാണ്, ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. അതുപോലെ തന്നെ ഈ ഡയമീറ്റർ അഥവാ വ്യാസം നമ്മുടെ വൃത്തത്തിനെ തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നു. 2 ഭാഗങ്ങളായി ഭാഗിക്കുന്നു. ഈ 2 ഭാഗങ്ങളും തുല്യമാണ്. The diameter of the circle divides it into 2 equal parts. അങ്ങനെ ഒരു സിമെട്രിക് ഡിവിഷൻ സാധ്യമാകുന്നത് ഡയമീറ്ററിന്റെ സഹായത്തോടെയാണ്. ഇനി ഡയമീറ്റർ നമ്മൾ കണ്ടു. വൃത്തത്തിൽ ഏതെങ്കിലും 2 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നതും വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതുമായ വരയെ അല്ലെങ്കിൽ രേഖാഖണ്ഡത്തെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാഖണ്ഡത്തിനെ നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നു. Chord is a line segment within a circle that touches 2 points on the circle. സർക്കിളിലെ അഥവാ വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ അഥവാ പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന രേഖാഖണ്ഡത്തിനെ അഥവാ ലൈൻ സെഗ്മെന്റിനെയാണ് നമുക്ക് കോഡ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഡയമീറ്റർ ആയ എ ബിയും ഒരു കോഡല്ലേ. എ ബി എന്നീ 2 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ സെഗ്മെന്റ് അഥവാ രേഖാഖണ്ഡമാണ് എ ബി. അതുകൊണ്ട് എ ബി ഒരു കോഡാണ്, ഒപ്പം അതൊരു ഡയമീറ്ററുമാണ്. കാരണം വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ നമുക്ക് വൃത്തത്തിൽ ഏത് 2 ബിന്ദുക്കളിലൂടെയും കോഡ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കുന്ന കോഡുകളിൽ ഏറ്റവും നീളം കൂടിയ കോഡാണ് ഡയമീറ്റർ. Diameter of the circle is the largest chord that can be drawn on a circle. ഇനി എന്താണ് ആർക്ക് എന്ന് നോക്കാം. നമ്മുടെ O എന്ന കേന്ദ്രമുള്ള ഒരു വൃത്തം ചിത്രത്തിൽ കാണാം. O is the center of this circle. ഈ സർക്കിളിലെ ചെറിയൊരു ഭാഗമാണ് എ ബി എന്ന് പറയുന്നത്. ഇവിടെ ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് എ ബി. ഈ എ ബി ആണ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് അഥവാ ചാപം. ആർക്ക് അഥവാ ചാപം എന്ന് പറയുന്നത് നമ്മുടെ വൃത്തത്തിലെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ എ ബി എന്നതിനെ മൈനർ ആർക്ക് എന്നും നീല കളറിലുള്ള എ ബിനെ മൈനർ ആർക്ക് എന്നും ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണുന്ന പോർഷൻ എ ബിനെ മേജർ ആർക്ക് എന്നും വിളിക്കാറുണ്ട്. ഇതാണ് ആർക്ക്. That intersects a curve or a circle at 2 points.
ഒരു കർവിനെയോ അല്ലെങ്കിൽ ഒരു വൃത്തത്തിനെയോ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്ന വരയെ, ഇറ്റ് നീഡ് നോട്ട് ബി ലൈൻ സെഗ്മെന്റ്, രേഖാഖണ്ഡമാകണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഏതൊരു വരയെയും നമ്മൾ സീക്കൻഡ് എന്ന് വിളിക്കുന്നു. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, എയിൽ നിന്ന് പുറത്തേക്കും ബിയിൽ നിന്ന് പുറത്തേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഇതാണ് കോഡും സീക്കൻഡും തമ്മിലുള്ള വ്യത്യാസം. കോഡ് എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്, പക്ഷെ സീക്കൻഡ് എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. ഇനി എന്താണ് ടാൻജന്റ് എന്ന് നോക്കാം. ഈ ചിത്രം നോക്കൂ. ഇവിടെ എ എന്നത് വൃത്തകേന്ദ്രവും AC എന്നത് ഈ വൃത്തത്തിന്റെ ആരവുമാണ്. ഈ C എന്ന ബിന്ദുവിലൂടെ ഒരു വര കാണുന്നില്ലേ? ഈ വരയെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. A tangent is a line that touches the circle at one point. ഒരൊറ്റ ബിന്ദുവിൽ മാത്രം നമ്മുടെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന വരയെയാണ് ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ടാൻജന്റ്, മലയാളത്തിൽ തൊടുവര. മറ്റൊരു കാര്യം ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. AC എന്ന റേഡിയസും ഈ ടാൻജന്റും തമ്മിലുള്ള കോണ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ദ ടാൻജന്റ് ഇസ് 90 ഡിഗ്രി. അതായത് ടാൻജന്റ് എന്ന് പറയുന്ന ലൈന് റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. ഏത് പോയിന്റിൽ വെച്ച്? ഈ ടാൻജൻസിയുടെ പോയിന്റിൽ വെച്ച്. ഈ പോയിന്റ് സീനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റിൽ റേഡിയസും ടാൻജന്റും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഇനി എന്താണ് സർക്കംഫറൻസ് എന്ന് നോക്കാം. പല സോളിഡ് ഫിഗേഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ സർക്കംഫറൻസ് എന്നൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഈ സർക്കിളിന്റെ ബൗണ്ടറി, അതിന്റെ മെഷർമെന്റ് ആണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ സർക്കിളിനെ ഇവിടെ വെച്ചൊന്ന് മുറിച്ചു എന്ന് വെച്ചോ. മുറിക്കുമ്പോൾ നമുക്കൊരു നീളം കിട്ടുമല്ലോ. മുറിച്ചു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു, സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഈ സർക്കിളിന്റെ ബൗണ്ടറി ഒരു ത്രെഡോ എന്തെങ്കിലും ആണെന്ന് തൽക്കാലം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഈ വട്ടത്തിലുള്ള ഒരു ത്രെഡ്, ആ ത്രെഡ് എവിടെയെങ്കിലും മുറിക്കുമ്പോൾ നമുക്ക് നീളത്തിൽ ത്രെഡ് കിട്ടുന്നു. ആ ഒരു നീളത്തിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ടാകാം, റേഡിയസ് തന്നിട്ട് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ചോദ്യം ഉണ്ടാകാം. അല്ലെങ്കിൽ സർക്കംഫറൻസ് തന്നിട്ട് അതിൽ നിന്ന് റേഡിയസ് എത്രയായിരിക്കും എന്ന ചോദ്യവും ഉണ്ടാകാം. ഇവിടെ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. r എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം. പൈന്റെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 3.14 അല്ലെങ്കിൽ 22/7. രസകരമായ ഒരു കോൺസ്റ്റന്റ് ആണ് പൈ. പൈന്റെ വാല്യൂ എന്താന്ന് പഠിച്ചെടുക്കുക, അതൊക്കെ രസകരമായ കാര്യങ്ങളാണ്. പൈഡേ നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇനി റേഡിയസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതാണ് ഫോർമുല, 2πr. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പൈ ഇൻറ്റു 2r എന്ന് എഴുതാം. ഈ 2r എന്താണ്? അതായത് റേഡിയസിന്റെ ഇരട്ടി. റേഡിയസിന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലേ? സോ 2πr അല്ലെങ്കിൽ പൈ ഡി. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുലയാണ് പൈ ഡി. ഡയമീറ്റർ തന്നിട്ടുള്ളതെങ്കിൽ ഒന്നുകിൽ ഡയമീറ്ററിന്റെ പകുതി എടുക്കുമ്പോൾ ആരം കിട്ടും, അല്ലെങ്കിൽ നേരിട്ട് ഈ ഡയമീറ്ററിനോട് പൈന്റെ വില ഗുണിച്ചാൽ നമുക്ക് സർക്കംഫറൻസ് കിട്ടുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the circumference of a circle whose radius is 9 cm. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് തൽക്കാലം സി എന്നോ പി എന്നോ ഒക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. C is equal to 2πr എന്നതാണ് ഫോർമുല. ഇവിടെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 9 സെന്റിമീറ്റർ ആണ്. സോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 2 into 3.14 into 9.
ചെയ്തു നോക്കൂ. ഇനി ഏരിയ ഓഫ് എ സർക്കിൾ. Area of the circle is the region enclosed by the circle itself or the space covered by the circle. സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറിക്കാണല്ലോ നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന റീജിയനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർക്കിളിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ വൃത്തം കവർ ചെയ്യുന്ന ആ ഒരു സ്പേസിനെ, ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. 6 റേഡിയസ് ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A = πr². πr². റേഡിയസ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, അതിനോട് പൈ ഗുണിക്കുക. ചോദ്യം നോക്കാം. ഫൈൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 7 cm. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് A = πr² എന്നതാണ്. A = πr². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇവിടെ ഞാൻ പൈന്റെ വാല്യൂ 22/7 എന്നാണ് എടുക്കുന്നത്. എന്താന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. എന്തിനാണ് 3.14 എടുക്കാതെ ഇത് എടുക്കുന്നേ നോക്കാം. ഇവിടെ 22/7 × 7² എന്നാണ് അല്ലേ. അപ്പം ഞാനിവിടെ 22/7 എടുത്താൽ ഈ ഒരു 7നെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം എന്താ ബാക്കിയുള്ളത്? 22 × 7. അതാണ് ഇവിടുത്തെ നമ്മുടെ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റ് സ്ക്വയറിലായിരിക്കും. ഇപ്പം സെന്റിമീറ്ററിലാണ് റേഡിയസ് ഉള്ളതെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സെന്റിമീറ്റർ²ലായിരിക്കും. മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഏരിയ എപ്പോഴും സ്ക്വയർ യൂണിറ്റ്സിലാണ് പ്രസ്താവിക്കുക. പക്ഷെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു നീളമാണ്. സോ അത് ലെങ്ത്തിന്റെ SI യൂണിറ്റുകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലെങ്ത്തിന്റെ മെഷർമെന്റ്സിന്റെ യൂണിറ്റ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. മീറ്റർ എന്നോ സെന്റിമീറ്റർ എന്നോ കിലോമീറ്റർ എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ ഏരിയക്ക് എപ്പോഴും സ്ക്വയർ യൂണിറ്റ്സ് ആണ്. സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നിങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.